ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് 8 സർവകലാശാലകൾക്ക് നാക് അക്രഡിറ്റേഷൻ ലഭിച്ചു. 359 കോളേജുകൾക്കും നാക് അക്രഡിറ്റേഷൻ ലഭിച്ചു. ഇതിൽ 82 കോളേജുകൾക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലാണ് ഇത് ലഭിച്ചത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വേണ്ടത്ര നിലവാരമില്ലാത്ത നിലയാണെന്ന് നേരത്തെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസ്താവിക്കുകയുണ്ടായി. അദ്ദേഹം ഇല്ല. അപ്പോൾ അതിന് നമ്മൾ കാണേണ്ടത് നമ്മുടെ സർവകലാശാലകളിൽ കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും A++ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കാലടി സർവകലാശാല A+ ഗ്രേഡും കരസ്ഥമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ റാങ്കിങ് എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തിലെടുത്താൽ ആദ്യത്തെ 12-ൽ 3 നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ 1 ഡസൻ എടുത്താൽ 3 നമ്മളാണ്. അത് 9 കേരള യൂണിവേഴ്സിറ്റി, 10 കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11 ഗാന്ധി യൂണിവേഴ്സിറ്റി, 43 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മുടെ നിലവാരം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം വലിയ തോതിൽ വർദ്ധിച്ചു എന്നതാണ് നാം കാണേണ്ടത്. സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യ ആവശ്യത്തിന് ഉപയോഗപ്പെടുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. ഭാവിയിലെ കേരളത്തെ ഒരു നോളജ് എക്കോണമിയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും നിർണായകമാവുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റമാവും. അതിനായുള്ള പരിശ്രമത്തിലാണ് LDF സർക്കാരുള്ളത്. സർ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട്. അത് രാജ്യത്തെമ്പാടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ്. അവയുടെ സ്വയംഭരണാവകാശത്തിന് നേരെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് സംഘപരിവാർ ശക്തികൾ സ്വീകരിക്കുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ LDF സർക്കാർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് വന്നു. സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങൾ ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും സംഘപരിവാർ ശക്തികളും നടത്തിയപ്പോൾ സർവകലാശാലകളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനാണ് കേരളത്തിലെ സർവകലാശാലകൾക്ക് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ചാൻസലറാക്കാൻ LDF സർക്കാർ സഭയിലൊരു ബിൽ അവതരിപ്പിച്ചത്. അത് നിയമമാകാതിരിക്കാൻ BJPക്കും സംഘപരിവാറിനും വലിയ വ്യഗ്രതയാണ് കാണുന്നത്. അവരുടെ വികാരം ഈ സഭയിൽ അവർക്ക് അംഗമില്ലാത്തതുകൊണ്ട് അവരായിട്ട് പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞില്ല. പക്ഷേ ആ കാര്യത്തിൽ പൂർണ്ണമായ നില സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ എന്ന് ചിന്തിക്കേണ്ടതാണ്. സംഘപരിവാർ അനുയായികളെ പിൻവാതിലൂടെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തതിനെ പ്രതിപക്ഷം ആരോഗ്യമേഖലയിലടക്കം പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾ സർക്കാരിനെ കേരളത്തെ കരിവാരിത്തേക്കുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. വിശദമായി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ.